ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 4 മണി ചായക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത്. വെറും 3 ചേരുവ മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് എൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ് മൈദ എടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ചേർക്കണം. തൈര് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാനും ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കപ്പ് അളവൊന്നും ഇല്ലെങ്കിലും ഇതിന് ഓരോരു ഗ്ലാസ് എല്ലാത്തിനും ഒരു അളവായിട്ട് എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന ആ മൈദയ്ക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലെനിക്ക് ഫുള്ള് വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന, അതും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമാകുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ അതേ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ മാവ്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ അപ്പസോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. ഇപ്പോൾ ഈ അപ്പസോഡ കയ്യിലില്ലെങ്കിൽ മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലൊരു കവറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ കവറിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ കവറിന് പകരം ഒരു തവി കൊണ്ട് കോരി ഒഴിച്ചാലും മതിയാവും കേട്ടോ. ഇനി കവറിൻ്റെ അടിഭാഗത്തായിട്ട് സൈഡിലായിട്ട് നമ്മളൊരു ഒന്ന് ഓട്ടയാക്കി കൊടുക്കുക. ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതേപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. വലിയൊരു പാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 എണ്ണമൊക്കെ ഒരുമിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ പാൻ ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് വിധം തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗമായ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പെട്ടെന്ന് നമുക്ക് കറികളൊന്നും ഉണ്ടാക്കാനില്ലാത്തപ്പോഴും നമുക്ക് രാവിലെ നേരം വൈകി എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.